അതിസാഹസികമായി നമ്മൾ ആലപ്പുഴ ബീച്ചിലാണ് എത്തി നിൽക്കുന്ന സുഹൃത്തുക്കളെ. ആഹാ, ആഹാ, വളരെ അതിവിശാലമായിട്ടിരിക്കുന്നു. നല്ല കാറ്റുണ്ടല്ലോ. അങ്ങ് ആയിൽ ഇവിടെ 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 ഒരു കടൽ കപ്പൽ ബോട്ട് വെക്കണുണ്ടല്ലോ. ബോട്ടോ കപ്പലോ കപ്പലാണ്. എന്തരോ ഒരെണ്ണം അവിടെ നിൽക്കണേ. എന്തരോ ആണ്. തിരയുണ്ടല്ലോ. നല്ല തിര വാക്കനുണ്ടല്ലോ. ആൾക്കാരില്ലാത്ത സ്ഥലമൊന്നുമില്ല. നമ്മുടെ ടീമൊക്കെ എവിടെ പോയത്? ഇവിടെ ഇവിടെ നമ്മുടെ ടീം നമ്മുടെ കൂട്ടത്തിൽ വന്നവരാണ് ഈ നിൽക്കുന്നത്. ഈ ആൾക്കാരില്ലാത്ത സ്ഥലമൊന്നും ഇല്ല. നമുക്ക് അവിടെ പോയി ഇറങ്ങാൻ തന്നെ. നമ്മൾ കടലിൽ എഴുതി ഇന്ന് മാറ്റാൻ പോകാൻ തന്നെ കുളച്ച് എഴുതി കാണട്ടെ. വാവ്, വെള്ളം പറ്റുന്നില്ല. ഞാൻ ഇവിടെ വന്നിട്ട് കടലിൻ്റെ അണ്ണാക്കുന്നതൊക്കെ കണ്ടോന്ന് വെച്ചാൽ വിശാലത, എന്തൊരു വിശാലത, എന്തൊരു ഹൃദയ വിശാലമായ കടൽ. ലവ് ചെയ്ത് വെച്ചിരിക്കുന്നത് മോടിയൊന്നും പിടുത്തേക്കല്ല. നല്ല രണ്ട് തരാം. എവിടെ ഒരറ്റത്തുനിന്ന് അറ്റം എവിടെയോ സൂം ഔട്ടാവില്ല. ഈ അങ്ങത്തെ അറ്റം എവിടെയോ വരെ ഉണ്ട്. അവിടെ ഒരു ബോട്ട് വെക്കണം, നോക്കട്ടെ. മെരീനൊക്കെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇപ്പം മാറ്റി, അതെ മാഞ്ഞില്ല. ആൾക്കാരെ ഇപ്പം മാറ്റും. എല്ലാം ഇപ്പം കാണാം. എല്ലാം മാറ്റിക്കൊണ്ട് പോയി. ടേസ്റ്റ് ഉണ്ടോ? എല്ലാം കൊണ്ടുപോയി. എല്ലാം കടൽ കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ എന്തൊരു സാധനം ചോക്കോ പറ. ചോക്കോ ബൈറ്റ്. നമ്മളങ്ങനെ ബീച്ചിലെത്തിയിട്ട് ഒരു ചോക്കോ ബൈറ്റ് ഇല്ലേ, ചോക്കോ ബൈറ്റ് വാങ്ങിച്ചിരിക്കുകയാണ്. ഇത് പൊട്ടി തിന്നാൻ പോവുകയാണ്. നീ ചോക്കോ ബൈറ്റ് പൊട്ടിക്കാൻ പെടുന്ന കട്ടപ്പാടാണ് കാണുന്ന സുഹൃത്തുക്കളെ. പറയുന്നൊന്നും കേട്ടോടായിരിക്കും ഇല്ല. ബീച്ച് ആയതുകൊണ്ട് പറഞ്ഞോളൂ. ആലപ്പുഴ ബീച്ച് ആലപ്പുഴ ബീച്ച് ഉറപ്പാ. കാണുന്നവർക്കറിയാം ബീച്ച്. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് കാണാമാ. നമ്മളങ്ങനെ ആലപ്പുഴ ബീച്ചിൽ വന്ന് ഈ കാണിക്കുന്ന അപരാധങ്ങളാണ് കാണുന്നത് സുഹൃത്തുക്കളെ. ഇത് കണ്ടത് ഒന്നിനെ പോലെ രണ്ടെണ്ണം ഫ്രീ. നമ്മുടെ കുണ്ടൻ ഹൗസ് അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. കുണ്ടൻ ഹൗസല്ല മിച്ചർ. അങ്ങോട്ടാണ് ആലപ്പുഴ ബീച്ചിൽ വന്ന് പുറന്നുണ്ടാണ് കടലിൻ്റെ ഭാഗം. അണ്ണൻ കടലിലോട്ട് പോയാ ഇങ്ങോട്ട് വാ. അത് പിടിച്ചാലും വെക്കാൻ അതുകൊണ്ടാ. ഞാൻ ചോക്കോ വൈറ്റും തിന്ന് ബീച്ചിൽ കറങ്ങി നടക്കുന്നതാണ് കണ്ടോണ്ടിരിക്കുന്നത്. കണ്ടോടാന്ന് വേണം. സൗണ്ട് കാറ്റായിരിക്കണം. എന്റെ മുഖം കാണാമല്ലോ. സാധനത്തെ മണ്ട നിൽക്കുന്നത് അതൊന്ന് കാണിച്ചോണ്ടാ. ഈ കാക്കറിനെ കുറിച്ച് വല്ലതും പറ. കാക്കനെ കുറിച്ച് പറയാനാണെങ്കിൽ പാട്ടി കാക്കർക്ക് ഒരു പേടിയില്ല. യൂട്യൂബ് ഇതാനാണ്. ഞാൻ മിണ്ടുന്നില്ല എന്നാ. പിടിക്കാവുന്നതാണ്. എത്ര മിനിറ്റായി? 5 മിനിറ്റ്. അപ്പം അതിനകത്ത്
നമ്മൾ ഞാൻ ശ്രമിച്ചാൽ കാക്കനെ പിടിക്കാം കുടുക്കാവുന്നതാണ്. എല്ലാവരും വളഞ്ഞു കൂടിയാലേ കേട്ടോ. ഹലോ ഗൈസ്, പറ ഇതിനെക്കുറിച്ച് നിനക്ക് എന്താണ് തനിക്ക് എന്താണ് പറയാനുള്ളത്? ഒരു പുതിയ അനുഭവമാണ്. ഇത്ര വർഷങ്ങൾക്ക് ശേഷം ഈ ആലപ്പുഴ ബീച്ചിൽ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ആദ്യമായിട്ടാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ ആദ്യമായിട്ടാണ് ആലപ്പുഴ വെച്ച് തന്നെ. ആലപ്പുഴ വെച്ചല്ല, ഒരു ബീച്ചിലാണ് ആദ്യമായിട്ടാണ്. ബീച്ചിലെ ഞാൻ മുമ്പ് പലതരം ബീച്ചിൽ പോയിട്ടുണ്ട്. എന്നാലും ഈ ബീച്ച് കുറച്ച് കോവളത്തല്ലേ മറ്റേ ബീച്ച് തിരുവനന്തപുരത്ത് കുറച്ച് വെറൈറ്റിയാണ്. നല്ല വിസ്തൃതിയായ പരപ്പ്. ഇത് അങ്ങ് തൊട്ട് വലിയ ചവറില്ലെങ്കിൽ അല്ല, ചവറുണ്ട്, എന്നാലും പോലെ അത്രയ്ക്ക് ചവറൊന്നുമില്ല. ഫുട്ബോൾ കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, ഓടാം, ചാടാം, അറിയാം. വലിയ തിരക്കില്ലെന്ന് തന്നെയല്ല, വലിയ തിരക്കുമില്ല. ഇപ്പൊ വലിയ തിരക്കൊന്നുമില്ല. കണ്ടാ നമ്മളെ കൂട്ടത്തിൽ വന്നവരൊക്കെ. പിന്നെ അവിടെ ഒരു സ്രാവ് പൊങ്ങി, അവിടെ ഒരു സ്രാവ് പൊങ്ങി. അതുകൊണ്ട് ആ കമ്പൊക്കെ കൂട്ടി അടിച്ച്, കമ്പിയൊക്കെ അങ്ങനെ തൂണ് പോലെ നിർത്തിക്കില്ലേ, അവിടെ ഒരു സ്രാവ് പൊങ്ങി. ഇവിടെ ഒരു സായിപ്പ് എടുത്ത് ചാടി വന്നു. ആ ഗൈസ്, നമ്മൾ ഒരുപാട് അനുഭവങ്ങളെല്ലാം പങ്കിട്ടതിന് ശേഷം ഇത് മടങ്ങുകയാണ്. അർമാദിച്ച് മതിയായപ്പോ സങ്കടമുണ്ട്. നമ്മളെ വീട് ദൂരായി പോയി, അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉറങ്ങിയാനെ അല്ലേ. ഊരാണെങ്കിൽ കുഴപ്പമില്ല, വീട് അവിടെ ഇരിക്കുമല്ലോ. ഇന്ന് കിടക്കാറുണ്ട് ഇവിടെ എവിടെയെങ്കിലും. ചുരുണ്ടുകൂടി മണപ്പുറത്തായി നമ്മളെല്ലാം മാറിക്കഴിട്ട് തിരിച്ചു പോകാൻ സുഹൃത്തുക്കളെ. കാക്കാളും പറഞ്ഞു ഗൈസ്, നോക്കിയാ കാണാം. ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പിന്നെ നിങ്ങൾ വല്ലപ്പോയിരിക്കെ ഫ്രീ ആണെങ്കിൽ ഇങ്ങോട്ട് വരണം. ഈ മണലിലൊക്കെ ഒന്ന് കുന്താൻ പറ്റണം. കാരണം അറിയണം, കല്ലിൽ തന്നെ പടലേക്കറി. ഇടയ്ക്ക് നമ്മളെ പോലെ ഇതേപോലെ വീഡിയോ ഇടണം, എന്നാലും നമ്മളെ പോലെ നമ്മളെ പോലുള്ള മണ്ടന്മാരെ കാണാൻ പറ്റൂ. അതെ അതെ, നിങ്ങൾക്ക് താറ്റാൻ പറ്റൂ. ഇതിനല്ല, നമ്മളെ പോലുള്ളവർ ഇങ്ങനെ വീഡിയോ ഇട്ടാലേ പറ്റൂ. എന്തൊക്കെ പറയണം, ഒന്നും പറയാനില്ല. ഒന്നും പറയാനില്ല. പൊളി അനുഭവമായിരുന്നു. നല്ല എന്റെ മേലാക്കി പൊളി വൈബായിരുന്നു. എല്ലാവരെ കഥാ പോയാൽ ഒരു ഫോട്ടോ എടുക്കാതെ. ഇവിടെ ആരെയും വെള്ളം നനപ്പിച്ചില്ല, എന്നെ മാത്രം ഈ കടൽ വെള്ളം നനപ്പിച്ചു. നനയാ ഇനി ഒന്നുമില്ല. ചെന്ന് ചാടിക്കൊടുത്തു. എൻ്റെ ഞാൻ ചുരുട്ടി കെട്ടിട്ട് പോന്നതുകൊണ്ട് ഞാൻ ഈ സാധനം ഇവിടെ വെച്ച് അങ്ങ് നിർത്തുകയാണ്. അങ്ങനെ നമ്മുടെ ആലപ്പുഴ ബീച്ചിനോട് നമ്മൾ വിടയും പറഞ്ഞ് ടാറ്റയും കൊടുത്ത് പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. അത് നമ്മുടെ ടീം, അത് വേറെ ഏതാ ടീമല്ലേ? അല്ല, ഇതല്ല നമ്മുടെ ടീം. നമ്മുടെ ടീം ഒരു മൈൻഡും ഇല്ല ഗൈസ്, നമ്മളെ കൂട്ടത്തിൽ നിന്നാണ്. ഒരു മൈൻഡും ഇല്ല ഒരുത്തന്. കണ്ടോ ആരാ പോലെ ഇന്നൊരു ആറ്റിറ്റ്യൂഡിൽ പോകുന്നവരാണ് ഈ കാണുന്നത് സുഹൃത്തുക്കളെ. അവിടെ എന്നാ ഇതെടുത്തിട്ട് പോവാം, അങ്ങനെ അവിടെ വന്നാൽ തമ്പനയിൽ എടുത്തിട്ട് പോവാം. ആലപ്പുഴ ബീച്ചിൽ ഒരു ദിവസം